ഇന്നലെ നമ്മളെ വരട്ടി വെച്ചിരുന്ന ആട രണ്ടാം പാലൊഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളപ്പിച്ച് കുറുകിയെല്ലാം വരുമ്പോൾ നമ്മുടെ പായസം റെഡി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താ പായസം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. നമ്മുടെ പായസത്തിലെ ഫൈനൽ ഡെക്കറേഷൻ പായസത്തിലിടാനായിട്ട് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കുകയാണേ. കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ട് നമ്മുടെ പായസം റെഡി. നിങ്ങളുടെ അവിടുത്തെ പായസം എന്താണെന്നുള്ളത് മറക്കാണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെട്ടയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും ഓണസദ്യ എല്ലാം റെഡിയായി. പിന്നെ ഞാൻ ഓണസദ്യയായിട്ട് എന്നെ കഴിച്ചു. ചോറും പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും തോരനൊക്കെ ആയിട്ടൊരു കുഞ്ഞു സദ്യ കേട്ടോ. പായസം ഞാൻ ഇവിടെ നിന്ന് വെച്ചുകൊണ്ട് പോയതുകൊണ്ട് അമ്മ പായസം വെച്ചില്ല. ബാക്കി എല്ലാ കറികളും കൂട്ടി ഒരു കുഞ്ഞു സദ്യ കഴിച്ചു. വയറും നിറങ്ങും മനസ്സ് നിറങ്ങും. എന്തായാലും ഓണമായിട്ട് സദ്യ കഴിച്ചില്ല എന്നുള്ളൊരിത് വേണ്ട. ഉച്ചയ്ക്ക് ഞാൻ സദ്യ കഴിക്കാനുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാണ്ട് ഇപ്പം തന്നെ കഴിച്ചത്. എല്ലാവർക്കും ഒന്നുകൂടി ഒരു നല്ല ഹാപ്പി ഓണം.